പിണറായിന്റെ പോലീസുകാർ ഇത് എവിടേക്കാണ് പോകുന്നതെന്ന് മനസ്സിലാകുന്നില്ല. കാരണം ഷർട്ടില്ലാതെ വെറും ലുങ്കിയിൽ ഇത്രയൊക്കെ ചെയ്യാൻ മാത്രം എന്ത് ക്രിമിനലാണ് അദ്ദേഹം? സക്രിയും ഇതേമാതിരി കണ്ട് പേടിച്ചിരിക്കാണ്ട് അയാളെ മാധ്യമ പ്രവർത്തനം നിർത്തിയിട്ടോ അല്ലെങ്കിൽ ഇങ്ങനത്തെ കാര്യത്തിൽ ഇടപെടാതെയോ ഒന്നും അയാൾ മാറിപ്പോകുന്നില്ല. കാരണം അയാൾ ശക്തമായിട്ട് തന്നെ ഈ കാര്യങ്ങൾക്ക് ഇടപെടുകയും ചെയ്യും. ഇതുപോലത്തെ പല ആൾക്കാർ ഇതിനെതിരെ വിമർശിക്കുകയും ചെയ്യും. ആദ്യം മോളെ അറസ്റ്റ് ചെയ്തിട്ട് എന്നിട്ട് വേണം ഷാജനെ അറസ്റ്റ് ചെയ്യാൻ. ഒരു റൗഡിത്തരം വന്നല്ലാണ്ട് വേറെ എന്താ? അതിപ്പം കുറെ പോലീസുകാരും കുറെ മന്ത്രിമാരും വിളിച്ചിട്ട് അവർക്ക് എന്താ തോന്നുന്നത് ചെയ്യുന്നത്? ഇത് കാട്ടാള ഭരണം നടക്കുന്നത്, മനുഷ്യഭരണം എന്നല്ലത്. ജനാധിപത്യ മര്യാദ, അതേപോലെ തന്നെ മാധ്യമധർമ്മം, ഇതൊന്നും മനസ്സിലാക്കാതെയുള്ള ഒരു പ്രവർത്തനമാണ് ഈ മാധ്യമ പ്രവർത്തകന് നേരെ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത്. നമസ്കാരം. മറുനാടൻ മലയാളി ചാനലിന്റെ ചീഫ് എഡിറ്ററായ ഷാജൻ സ്കറിയയുടെ അറസ്റ്റിനെതിരെ വ്യാപകമായ പ്രതിഷേധമാണ് കേരളത്തിന്റെ നാനാതുറകളിൽ നിന്നും ഉയരുന്നത്. കഴിഞ്ഞ ദിവസം രാത്രിയാണ് ഇദ്ദേഹത്തെ തിരുവനന്തപുരത്തെ വസതിയിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്നതിനിടെ വസ്ത്രം പോലും മാറാനുള്ള അനുവാദം നൽകാതെ പോലീസ് അറസ്റ്റ് ചെയ്തത്. എന്നാൽ 4 മണിക്കൂറിന് ശേഷം ഇദ്ദേഹത്തിന് ജാമ്യം ലഭിക്കുകയും ചെയ്തു. അദ്ദേഹം ഇപ്പോൾ നിലവിൽ പുറത്തിറങ്ങിയിരിക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ ഇദ്ദേഹത്തെ എന്തിനാണ് അറസ്റ്റ് ചെയ്തത് എന്നുള്ള ചോദ്യമാണ് സമൂഹത്തിൽ നിന്ന് ഉയരുന്നത്. മാത്രവുമല്ല, ജനാധിപത്യ മര്യാദകളുടെ പരസ്യമായ ലംഘനമാണ് ഇദ്ദേഹത്തിന്റെ അറസ്റ്റിലൂടെ സംഭവിച്ചിരിക്കുന്നത്. പിണറായിയുടെ പോലീസ് പകപോക്കുകയാണെന്ന് ഉൾപ്പെടെയുള്ള ആരോപണങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട സമൂഹത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഉയർന്നു കേൾക്കുന്നത്. ചില പ്രതികരണങ്ങളിലേക്ക്. ഞാൻ ഇന്നലെ രാത്രി TV തുറന്നപ്പോഴാണ് ഈ വിഷയം അറിയുന്നത്. കാരണം നോക്കുമ്പോൾ നമ്മളെ ഷാജൻ സക്രിയനെ ഒരു ഡ്രസ്സും ഇല്ലാതെ, അതായത് ഒരു ഡ്രസ്സും ഇല്ലാതെ ഒരു പൊതുപ്രവർത്തകനാണ് അയാൾ. പൊതുപ്രവർത്തകൻ മാത്രമല്ല, അയാൾ പല കാര്യങ്ങൾക്കും നിഷിദ്ധമായി കഴിഞ്ഞിട്ട് ചാനലിൽ കൂടെ വിമർശിക്കുന്ന ഒരാളാണ്. അപ്പോൾ ഇങ്ങനത്തെ ഒരാളെ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ അതിശയം തോന്നി. കാരണം വെച്ചാൽ പിണറായിന്റെ പോലീസുകാർ ഇത് എവിടേക്കാണ് പോകുന്നതെന്ന് മനസ്സിലാകുന്നില്ല. കാരണം ഒരു സാധാരണ കേസ്, ഇങ്ങനത്തെ ഒരു കേസുകളൊക്കെ സാധാരണ നമ്മൾ ഈ പറഞ്ഞ ഒരുപാട് സ്റ്റേഷനിൽ ഇങ്ങനത്തെ ഒരുപാട് കേസുകൾ ഉണ്ടാവും. പീഡിപ്പിച്ചെന്ന് പറഞ്ഞിട്ടും അങ്ങനെ പറഞ്ഞ പല കേസുകളുണ്ടാവും. അതിൻ്റെയൊക്കെ നിജസ്ഥിതി മനസ്സിലാക്കിയിട്ടാണല്ലോ നമ്മൾ ഇതിനൊക്കെ വേണ്ടിയിട്ട് പെരുമാറേണ്ടത്. അപ്പോൾ അതിന് പോലൊരു സൗകര്യം കൊടുക്കാണ്ട് ഒരാളെ ഇങ്ങനെ വീട്ടിൽ വന്ന് അകത്ത് കടന്ന് ഇതേമാതിരി എന്താ പറയുക മാരകമായി മർദ്ദിച്ചിട്ടാണ് സത്യം പറഞ്ഞാൽ കൊണ്ടുവന്നിട്ട് അദ്ദേഹത്തെ. അദ്ദേഹം ചില കാര്യങ്ങളൊക്കെ പറയാൻ മടിച്ചിട്ടുണ്ടാവും. കാരണം തുറന്ന് പറയാനുള്ള മടി തോന്നിയിട്ടുണ്ടാവും അദ്ദേഹത്തിന്. കാരണം ഷർട്ടില്ലാതെ വെറും ലുങ്കിയിൽ ഇത്രയൊക്കെ ചെയ്യാൻ മാത്രം എന്ത് ക്രിമിനലാണ് അദ്ദേഹം? കാരണം ചിലപ്പോൾ തീവ്രവാദികളെ വരെ കൊണ്ടുപോകുന്നതിന് ഇപ്പോൾ പല സ്ഥലത്ത് നമ്മൾ കണ്ടു. അവരൊക്കെ നല്ല ഡീസൻ്റ് ആയിട്ടുള്ള ഡ്രസ്സൊക്കെ ഇട്ടിട്ടാണ് അവരെ കൊണ്ടുപോകുന്നത്. ഇത് അതൊന്നും ഇല്ലാതെ ഒരു സാധാ ഒരു ഇങ്ങനത്തെ പൊതുപ്രവർത്തനം നടത്തുന്നതും അതിൻ്റെ കൂടെ ഈ പറഞ്ഞ മാതിരി മീഡിയയിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്ന ഒരു ആളെ ഒരു പിണറായി സർക്കാരിൻ്റെ പോലീസ് ഇങ്ങനെയൊക്കെ ചെയ്യാന്ന് പറഞ്ഞാൽ, ഞാനൊക്കെ ഒരു പൊതുപ്രവർത്തനമാണ്. ഞാനും ഇതേമാതിരി പല കാര്യങ്ങളിൽ ഇടപെട്ട് മുന്നോട്ട് പോകുന്ന ആള്. നാളെ എനിക്കും വരുന്ന അപകടം തന്നെയാണ്. കാരണം ഞാനും ഇതിനെപ്പറ്റി ഇങ്ങനെ ചിന്തിക്കുന്നത് ഇതിങ്ങനത്തെ തന്നെയല്ലേ വരുന്നത്. പക്ഷെ നമ്മളെപ്പോലത്തെ ആൾക്കാർക്ക് വേണ്ടി പേടിക്കുന്ന ആൾക്കാരൊന്നുമല്ല. കാരണം ഷാജൻ സക്രിയും ഇതേമാതിരി കണ്ട് പേടിച്ചിരിക്കാണ്ട് അയാളെ മാധ്യമ പ്രവർത്തനം നിർത്തിയിട്ടോ അല്ലെങ്കിൽ ഇങ്ങനത്തെ കാര്യത്തിൽ ഇടപെടാതെയോ ഒന്നും അയാൾ മാറിപ്പോകുന്നില്ല. കാരണം അയാൾ ശക്തമായിട്ട് തന്നെ ഈ കാര്യങ്ങൾക്ക് ഇടപെടുകയും ചെയ്യും. ഇതുപോലത്തെ പല ആൾക്കാർ ഇതിനെതിരെ വിമർശിക്കുകയും ചെയ്യും. ഇതൊക്കെ നാളെ ഈ പിണറായി സർക്കാരിന് തന്നെ തിരിച്ചടിയായിരിക്കും. ഈ പിണറായി സർക്കാരിന്റെ പോലീസ് ഇന്ന് ഈ കാര്യങ്ങളൊക്കെ ചെയ്തെന്ന് വെച്ചാൽ നാളെ അവരും ഇതിന് സമാധാനം പറയേണ്ട ഒരു സിറ്റുവേഷനിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അത് മനസ്സിലാക്കണം. ജനങ്ങൾ ഇതിനു വേണ്ടി പ്രതികരിക്കണം എന്നാണ് ഞാൻ പറയുന്നത്. കാരണം ഇങ്ങനെ ഒരിക്കലും ഒരാളെ ചെയ്യാൻ പാടില്ല. അത്ര വളരെ മോശമായിട്ടാണ് അദ്ദേഹത്തിനെ പെരുമാറിങ്ങായിട്ട് ജീപ്പിലേക്ക് കൊണ്ടുപോകുന്നത്. അതൊരിക്കലും കേരള സമൂഹം അംഗീകരിക്കാൻ പാടില്ല. ഇത് ഈ പറഞ്ഞ മാതിരി ഇത് വേറെ ഏതെങ്കിലും സംസ്ഥാനത്താണെങ്കിലോ ഇത് നേരെ മറിച്ച് വല്ല മറ്റുള്ള സംസ്ഥാനത്ത്, ഉത്തരേന്ത്യൻ സംസ്ഥാനത്ത് എവിടെയാണെന്ന് വെച്ചാൽ ഇന്നിപ്പോൾ ഇവിടെ എന്തായിരിക്കും സംഭവം? കേരളത്തിലുള്ള മീഡിയകളും മറ്റുള്ള സ്ഥലത്തും എല്ലാ സ്ഥലത്തും എല്ലാവിധ പ്രശ്നങ്ങളായിരിക്കും. പല മെഴുകുതിരി കത്തിക്കാൻ ആൾക്കാരുണ്ടാവും, പല കാര്യങ്ങൾ ചെയ്യാൻ ആൾക്കാരുണ്ടാവും, പല പ്രശ്നങ്ങളുണ്ടാവും. നേരെ മറിച്ച് ഇന്നിപ്പോൾ ഇവിടെ നടന്ന ഒരു കാര്യം ആയതുകൊണ്ട് എനിക്ക് തോന്നുന്നു വലിയൊരു സംഭവം എന്നേ തോന്നുന്നില്ല. ഇന്നത്തെ ഇയാൾ ഈ പറഞ്ഞ കാര്യങ്ങൾ, അതായത് ഷാജൻ സക്രിയ എന്ന് പറഞ്ഞ ഈ കാര്യങ്ങളൊക്കെ എനിക്ക് തോന്നുന്നു ഒരു ദിവസം വൈകുന്നേരത്തോടെ തീരേണ്ട കാര്യങ്ങളിലേക്ക് മുന്നോട്ട് പോവുക. പക്ഷെ അങ്ങനെ അത് പോകരുത്. ഇതിനെതിരെ ശക്തമായിട്ട് എല്ലാവരും ശക്തമായി ഒറ്റക്കെട്ടായി ഇങ്ങായിട്ട് അതിൽ രാഷ്ട്രീയമോ മറ്റുള്ള കാര്യങ്ങളൊന്നും ചിന്തിക്കാതെ ഒറ്റക്കെട്ടായി ഇതിനെതിരെ പ്രതികരിക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. മറുനാടൻ മലയാളിയുടെ ഷാജൻ സക്രിയ എന്ന മുതിർന്ന മാധ്യമ പ്രവർത്തകനെ നമ്മുടെ ഗവൺമെൻറ്, അതായത് നമ്മുടെ പോലീസ് വളരെ നിയമവിരുദ്ധമായിട്ടാണ് ഒരു അറസ്റ്റ് നടന്നിട്ടുള്ളത്. നമ്മുടെ ജനാധിപത്യ മര്യാദ, അതേപോലെ തന്നെ മാധ്യമധർമ്മം, ഇതൊന്നും മനസ്സിലാക്കാതെയുള്ള ഒരു പ്രവർത്തനമാണ് ഈ മാധ്യമ പ്രവർത്തകന് നേരെ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത്. കാര്യങ്ങൾ മനസ്സിലാക്കിയിടത്തോളം ഒരു വ്യക്തിയെ അദ്ദേഹത്തിൻ്റെ പ്രായമുള്ള മാതാപിതാക്കളുടെ മുൻപിൽ വെച്ച് വലിച്ചിഴച്ച് കൊണ്ടുപോകുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഉണ്ടായിട്ടുള്ളത്.
ഇതിനെ നമുക്ക് ഒരിക്കലും അംഗീകരിച്ചു കൊടുക്കാൻ പറ്റില്ല. കാരണം നമ്മുടെ രാജ്യത്ത് ഓരോന്നിനും വ്യക്തമായ നിയമസംഹിതകൾ നിലനിൽക്കുന്നുണ്ട്. അത് മാധ്യമരംഗത്ത് മാധ്യമപ്രവർത്തനം എന്ന് പറഞ്ഞാലും അതേപോലെ തന്നെ ഒരു പൗരൻ്റെ അവകാശം എന്ന് പറഞ്ഞാലും ഇതെല്ലാം നിലനിർത്തേണ്ട ഒരു ജനാധിപത്യ രാജ്യമാണ് നമ്മുടേത്. എന്നാൽ ഇങ്ങനെയുള്ള നമ്മുടെ ഈ രാജ്യത്തിൻ്റെ പല കോണിലും ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ അതിനെതിരെ ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ നമുക്കാർക്കും തന്നെ നോക്കി നിൽക്കാൻ പറ്റുന്നതല്ല. ഒരു മാധ്യമ പ്രവർത്തകനെ അറസ്റ്റ് ചെയ്യാൻ ഇവർക്ക് എന്താ അധികാരം? ഈ അതിനേക്കാളും ഭയങ്കര അഴിമതി നടത്തുന്ന ഒരു പ്രസ്ഥാനമാണ് ഇവിടെ കിടക്കുന്നത്. അവരെ അറസ്റ്റ് ചെയ്യാനല്ല, ആദ്യം മോളെ അറസ്റ്റ് ചെയ്തിട്ട് എന്നിട്ട് വേണം ഷാജനെ അറസ്റ്റ് ചെയ്യാൻ. അഴിമതിക്ക് എതിരെ ഇത്രയും കാലം പോരാടിയ ഒരു പാർട്ടി അഴിമതിക്കാരെ അല്ലാത്ത ആൾക്കാരെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്നത് ഇത് നമ്മുടെ ഭാരതത്തിനല്ല, കേരളത്തിലും ഭാരതത്തിലും ഇത് ചോദിച്ചതല്ല. ഇതൊക്കെ വെച്ചാൽ ഒരു എന്താ പറയാണെങ്കിൽ ഒരു റൗഡിത്തരം വന്നല്ലാണ്ട് വേറെ എന്താ? അതിപ്പോ കുറെ പോലീസുകാരും കുറെ മന്ത്രിമാരും വിളിച്ചിട്ട് അവർക്ക് എന്താ തോന്നുന്നത് ചെയ്യാം. ഇത് നാളെ പാർട്ടി മാറി വരുമ്പോ ഇവരെന്ത് ചെയ്യും? ഇവര് അതേമാതിരി ചെയ്താല് ഇവര് പ്രതികരിക്കുവോ? ഇവരും പ്രതികരിക്കുവോ എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഒരു മാധ്യമപ്രവർത്തകനെ അറസ്റ്റ് ചെയ്തിട്ട് ഷർട്ടും കൂടി ഇടാൻ നേരമില്ലാണ്ട് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുക എന്ന് പറഞ്ഞാൽ ഇതെന്തത് കാട്ടാള ഭരണോ? ഇവിടെ ഇത് കാട്ടാള ഭരണം നടക്കുന്നത്. മനുഷ്യഭരണം എന്നല്ലത്. മനുഷ്യഭരണത്തിൽ ഇങ്ങനെയല്ലേ? ജനാധിപത്യം ഇങ്ങനെയാണോ? ഇത് ജനാധിപത്യവും അല്ല, ഏകാധിപത്യത്തിന്റെ അപ്പുറം എത്തിപ്പോയി ഇവര് ചെയ്യുന്ന കാര്യങ്ങൾ. എനിക്ക് പറയാനുള്ളത്, ഇനി എന്നെങ്കിലും നമ്മുടെ നാട്ടിലെ ജനങ്ങൾ ബോധവാന്മാരായിരിക്കണം. നാളെ നിങ്ങൾക്കും കിട്ടും, എനിക്കും കിട്ടും. അതാണ് വരാൻ പോകുന്ന കാര്യം.